ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജനുവരി 21 അമ്മൂമ്മയുടെ ആണ്ടിൻ്റെ അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഇടാൻ പറ്റിയില്ല, ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഇട്ടിട്ട് വരണ്ടായോ, അതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പം രാവിലെ തന്നെ നമ്മൾ കാശിയെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് മുണ്ടയ്ക്കലോട്ട് പോകുന്നത്. അപ്പോൾ 4ാമത്തെ ആണ്ടായതുകൊണ്ട് നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ്. പിന്നെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് നടത്തണമെന്നും വീട്ടിൽ വായന നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ തലേദിവസം ഏട്ടനും അമ്മയും കൂടെ പോയി പച്ചക്കറിയും അരിയും ഒക്കെ വാങ്ങിച്ച് നമ്മുടെ വൃദ്ധസാധനത്തിൽ നമ്മുടെ തുമ്പറ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് രാവിലെ 2 പേര് വായനയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെച്ച് വിളമ്പേണ്ടത് കൊണ്ട് ഒരു ചെറിയൊരു സദ്യ നടത്താമെന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ കുറച്ച് പേര് അമ്മൂമ്മയുടെ കൂട്ടുകാരികൾ ഇവിടെ അടുത്തൊക്കെയുള്ള കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നിട്ട് ഞാൻ ആദ്യം പൂവിട്ടു, അതിനുശേഷം ഏട്ടനൊക്കെ പൂവിട്ടിട്ട് പിന്നെ നമ്മൾ നേരെ അടുക്കളയിലോട്ടെങ്കിൽ കയറി. ഏകദേശം എല്ലാ കറികളും ആയിട്ടുണ്ടായിരുന്നു. മീൻകറി 2 സൈസ് മീൻകറി വെക്കുന്നുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ചതും തേങ്ങ അരച്ചതും, അത് രണ്ടുമാണ് അമ്മ അവിടെ വെച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് അങ്ങ് കയറി. പായസം വെക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രഥമൻ്റെ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ അതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം വായന കേട്ടുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടുക്കളയെല്ലാം ക്ലീനാക്കി എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം വായിക്കുന്നതിൻ്റെ അടുത്ത് പോയി ഇരിക്കുമല്ലോ. എല്ലാ കൊല്ലവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇതെല്ലാം കേൾക്കും. അപ്പോൾ ലക്കിക്കുട്ടനാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കൂടിയിരുന്ന് അങ്ങ് വായിക്കുവാണ്, അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തൊട്ട് എവിടെയെങ്കിലും വായന ഉണ്ടെങ്കിൽ ലക്കിയും കൂടെ കൊണ്ടുപോക്കോ, ഹെൽപ്പറായിട്ട് കൂടെ കൊണ്ടുപോകുന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഇങ്ങനെ ഒന്നും പോകത്തില്ല. ലക്കി കിടന്ന് ചാടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ ഓർക്കും ഈ ശ്രീമോൻ എന്താ പോകാത്തത്. ശ്രീമോനാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാറത്തില്ല. ഇന്നിപ്പോൾ എന്തോ പറ്റുന്ന തരത്തിൽ കുറച്ച് സമയം ഒന്ന് തറയാൻ നിന്നു. അത് കഴിഞ്ഞ് ഉച്ച സമയമായി. അപ്പോഴത്തേക്ക് നമ്മൾ വിളമ്പുവാണ്. നമ്മൾ വിളമ്പിയതിന് ശേഷമേ എല്ലാവരും കഴിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും കൂടെ ഒരുമിച്ചൊക്കെ വിളമ്പുവാണ്. അമ്മൂമ്മയുടെ മാത്രമേ ആണ്ടുള്ളെങ്കിലും എല്ലാ വട്ടവും ഈ വായന നടക്കുമ്പോൾ 2 പേരുടെയും ഫോട്ടോ വെച്ച് പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കാക്കയ്ക്ക് വെക്കാനുള്ളതാണ് ഇപ്പുറത്തെ സൈഡിൽ അവൾ നടുക്കായിട്ട് വിളമ്പുന്നത്. എല്ലാം നടുക്കായിട്ട് വിളമ്പണമെന്ന് പറഞ്ഞു. അത് പിന്നെ കുഴച്ചെടുത്തങ്ങ് വെളിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മ ഗ്ലാസ്സിൽ കൊണ്ടുവെക്കുന്നത് പ്രഥമനാണ്. അപ്പോൾ അതും വെച്ചിട്ട് നമ്മളാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ കൊടുത്തു. അച്ഛനാണ് അവിടെ വെച്ച് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ടിരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ വായനക്കാർ എന്തായാലും 12:30 തൊട്ട് എനിക്കൊന്ന് 2 മണി വരെ എന്തോന്ന് റെസ്റ്റ് എടുക്കും. അതിന് ശേഷമേ പിന്നെ വായിക്കത്തുള്ളൂ. ആ സമയത്ത് പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ പരിപാടിയായിരുന്നു. പൊടിവാവേ ലച്ചു ഇല്ല, പിന്നെ കാശിയില്ല. പിന്നെ ഇന്നത്തെ ദിവസം ഇവരുടെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വായനയൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് വീണ്ടും ലക്കി കുളിച്ച് റെഡിയായിട്ട് കുട്ടപ്പനായിട്ട് വന്ന് പിന്നെ ഇരിക്കുവാണ് കേട്ടോ. ഇവന്മാർ 2 പേരോടെ കൂടിക്കഴിഞ്ഞാൽ 2 പേരും ഉറങ്ങത്തില്ല. അപ്പോൾ ശ്രുതി പറഞ്ഞെങ്കിൽ ഞങ്ങളങ്ങ് പോവാ, വൈകിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് റെഡിയായിട്ടും കൂടി ഇരിക്കുവാണ് കേട്ടോ. അപ്പം ഇവർ പോയതിന് ശേഷം കുറച്ച് സമയം ശ്രീമോൻ ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയ സമയത്ത് ഏട്ടനും വന്നു. അങ്ങനെ ഏട്ടൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞു. കാശ് 4 മണിയാകുമ്പോൾ വരുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.